ഏവർക്കും സുപ്രഭാതം. അബ്രഹാം ഇസഹാക്കിന് പകരം ആട്ടുകൊറ്റനെ യാഗമർപ്പിക്കുകയുണ്ടായി. യാഗർപ്പണം കഴിഞ്ഞപ്പോൾ അബ്രഹാം ആ സ്ഥലത്തിനൊരു പേര് നൽകി, യഹോവ ഈരെ, യഹോവ കരുതിക്കൊള്ളും. എത്രയോ തവണ നാം ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കുമായിട്ട് യാഗം കഴിക്കുവാൻ വേണ്ടി യാത്ര തിരിച്ചു പോകുന്ന വേളയിൽ ആ മകൻ അപ്പൻ്റെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിച്ചു, അപ്പാ, തീയുണ്ട്, വിറകുണ്ട്, യാഗപീഠത്തിനുള്ള മൃഗം എവിടെ? ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷേ അതിന് തക്കതായ ഒരു മറുപടിയാണ് അപ്പോൾ അബ്രഹാം നൽകിയത്. ദൈവം കരുതിക്കൊള്ളും മകനെ. വാസ്തവത്തിൽ യാഗം കഴിക്കുവാനായിട്ട് യാഗവേദിയിലെത്തി സ്വന്തം മകനെ യാഗപീഠത്തിന്മേൽ വലിഞ്ഞു മുറുക്കി കെട്ടിക്കഴിഞ്ഞപ്പോൾ ആ മകന് യാഗം കഴിക്കേണ്ട നിമിഷത്തിൽ ദൈവം തന്നോട് ഇടപെടുകയും യാഗം കഴിക്കേണ്ട സ്ഥാനത്ത് നിന്ന് അബ്രഹാം ഇസഹാക്കിനെ മാറ്റുകയും ചെയ്തു. എന്നാൽ ദൈവം തൻ്റെ പദ്ധതി മാറ്റിയില്ല. അബ്രഹാമിന് വേണ്ടി ദൈവം ഇസഹാക്കിന് പകരം ഒരു ആട്ടുകൊറ്റനെ തൊട്ടടുത്തായി തന്നെ കരുതുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, മാനുഷികമായ വഴികളിൽ അല്ല ദൈവത്തിൻ്റെ കരുതലുള്ളത്. മറിച്ച് ദൈവത്തിൻ്റെ കരുതൽ കാണണമെങ്കിൽ ദൈവിക സമയത്തിനു വേണ്ടി നാം കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്ക് വേണ്ടി കരുതുവാനുണ്ട്. ഈ വിശ്വാസം നമ്മെ ഭരിക്കട്ടെ. നമ്മുടെ ഏത് പ്രതിസന്ധിയുടെ വൈഷമ്യത്തിൻ്റെ ഘട്ടത്തിലും നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന, വഴികളെ തുറക്കുന്ന, നമ്മെ കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ഇന്ന് പകലിലെ പ്രയാണം മുന്നോട്ട് വയ്ക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.